വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. ഇന്നത്തെ പഠന ഭാഗം ഹോസിയ അധ്യായം 9. ക്വസ്റ്റ്യൻ നമ്പർ 1. എൻ്റെ ദൈവത്തിൻ്റെ ജനമായ എഫ്രായിമിൻ്റെ കാവൽക്കാരൻ ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി, പ്രവാചകൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹോശേയ 9 അധ്യായത്തിൽ 4 വാക്യത്തിൽ തങ്ങളുടെ യാഗങ്ങൾ സംബന്ധിച്ച ഇസ്രായേലിൻ്റെ പാപങ്ങളുടെ അനന്തരഫലം എന്താണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി, അവർ കർത്താവിനാൽ തിരസ്കരിക്കപ്പെടും. ക്വസ്റ്റ്യൻ നമ്പർ 3. ഹോശേയ 9 അധ്യായത്തിൽ 16 വാക്യം അനുസരിച്ച് എഫ്രായിമിൻ്റെ വേരിന് എന്ത് സംഭവിക്കും? ശരി ഉത്തരം ഓപ്ഷൻ ബി, ഇത് ഉണങ്ങി വരണ്ടു പോകും. ക്വസ്റ്റ്യൻ നമ്പർ 4. ഹോശേയ 9 അധ്യായത്തിൽ 16 വാക്യത്തിൽ ഉണങ്ങിപ്പോകുന്ന വേരിനെ കുറിച്ച് എന്ത് ബന്ധമാണ് പരാമർശിച്ചിരിക്കുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഇസ്രായേലിൻ്റെ അഭിവൃദ്ധി. ക്വസ്റ്റ്യൻ നമ്പർ 5. ആരുടെ സന്തതികളെയാണ് ശത്രുക്കൾക്കെതിരെയാകാൻ ഉരിഞ്ഞു വയ്ക്കപ്പെട്ടവരായി കാണുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി, എഫ്രായിം. ക്വസ്റ്റ്യൻ നമ്പർ 6. എഫ്രായിമിൻ്റെ അകൃത്യങ്ങൾ എവിടെ ആരംഭിച്ചു? ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഗിൽഗാൽ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇസ്രായേൽക്കാരുടെ പിതാക്കന്മാർ എവിടെ എത്തിയപ്പോഴാണ് ബാലിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചത്? ശരി ഉത്തരം ഓപ്ഷൻ എ, ബാൽബയോർ. ക്വസ്റ്റ്യൻ നമ്പർ 8. എഫ്രായിം ശിക്ഷയായി എങ്ങോട്ട് മടങ്ങി വരുമെന്ന് പ്രവചനം പറയുന്നു? ശരി ഉത്തരം ഓപ്ഷൻ ബി, ഈജിപ്ത്. ക്വസ്റ്റ്യൻ നമ്പർ 9. എഫ്രായിമിന്റെ ഡാഷ് പക്ഷിയെ പോലെ പറന്നകലും? ശരി ഉത്തരം ഓപ്ഷൻ സി, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഹോസിയ 9 അധ്യായത്തിൽ 3 വാക്യം അനുസരിച്ച് എഫ്രായിം എവിടേക്കാണ് ശിക്ഷയായി മടങ്ങുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി, ഈജിപ്ത്. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. നന്ദി.